പ്രേക്ഷകരുടെ ഏറെ പ്രിയപ്പെട്ട ഒരു താരം തന്നെയാണ് മഞ്ജു പത്രോസ്. മഞ്ജു പത്രോസ് എന്ന് പറയുന്നതിനേക്കാളും മഞ്ജു സുനിച്ചൻ എന്ന് പറയുമ്പോഴായിരിക്കും ആളുകൾക്ക് കൂടുതൽ അറിയുവാൻ കഴിയുന്നത്. മഴവിൽ മനോരമ നടത്തിയ റിയാലിറ്റി ഷോയായ വെറുതെയല്ല ഭാര്യ എന്ന പരിപാടിയിലൂടെയായിരുന്നു മഞ്ജു പത്രോസ് നമ്മുടെയെല്ലാം മുൻപിലേക്ക് എത്തുന്നത്. അന്ന് മികച്ച പ്രകടനം ആ വേദിയിൽ കാഴ്ചവെക്കാൻ മഞ്ജുവിന് കഴിഞ്ഞിരുന്നു. ഒപ്പം ആ പരിപാടിയിലെ വിജയിയാകാനും മഞ്ജുവിന് കഴിഞ്ഞിരുന്നു. അതിനുശേഷം മഴവിൽ മനോരമയിലെ ജനപ്രിയ ഹാസ്യ പരമ്പരയിൽ ശ്രദ്ധേയ വേഷം ചെയ്യാനും താരത്തിന് കഴിഞ്ഞു. പിന്നീട് നിരവധി സിനിമകളിൽ അഭിനയിക്കാൻ താരത്തിന് അവസരം ലഭിക്കുകയായിരുന്നു. മോഹൻലാൽ അടക്കമുള്ള മുൻനിര താരങ്ങൾക്കൊപ്പം അഭിനയിക്കാൻ താരത്തിന് അവസരങ്ങൾ ലഭിച്ചു. ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് പിന്നീട് അതിനുശേഷം ബിഗ് ബോസ് മലയാളം സീസൺ 2 താരം എത്തിയതായിരുന്നു. എല്ലാ വിഷയങ്ങളിലും തൻ്റെതായ രീതിയിലുള്ള മറുപടി നൽകാൻ മഞ്ജു എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. തൻ്റെതായ നിലപാടുകളായിരുന്നു എല്ലാ കാര്യത്തിലും മഞ്ജു സ്വീകരിച്ചിരുന്നതും. ബിഗ് ബോസ് കഴിഞ്ഞതോടുകൂടി ഏറെ വിമർശകരെയും മഞ്ജുവിനെ ഏറ്റുവാങ്ങേണ്ടതായി വന്നു. എന്നാൽ ഇപ്പോൾ മഞ്ജു നേരത്തെ പറഞ്ഞ ചില വാക്കുകളാണ് വീണ്ടും വൈറലായി മാറുന്നത്. വെറുതെ അല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ വന്നപ്പോഴുണ്ടായ ഒരു അനുഭവമാണ് മഞ്ജു നേരത്തെ പങ്കുവച്ചത്. അന്ന് പ്രോഗ്രാമിൽ പങ്കെടുക്കാനായി എത്തിയ സമയത്ത് തൻ്റെ കയ്യിൽ 1000 രൂപ പോലും തികച്ചെടുക്കാൻ കഴിയാത്ത അത്രയും വലിയ ദാരിദ്ര്യത്തിലായിരുന്നു എന്നാണ് മഞ്ജു പറയുന്നത്. എന്നാൽ ഓഡീഷൻ സമയത്ത് ഗായികയും അവതാരകയുമായ റിമി ടോമി പറഞ്ഞ വാക്കുകളാണ് തനിക്ക് പിന്നീട് ജീവിതത്തിൽ പ്രചോദനമായതെന്നും മഞ്ജു പറയുന്നുണ്ട്. മഞ്ജുവും ഭർത്താവ് സുനിച്ചനും എന്തായാലും സെമി റൗണ്ട് വരെ എത്തുമെന്നായിരുന്നു അന്ന് റിമി ടോമി മഞ്ജുവിനോട് പറഞ്ഞത്. ഡാൻസ് തൻ്റെ ഇഷ്ടമേഖലയായിരുന്നു. എങ്കിലും ജീവിത സാഹചര്യം കൊണ്ട് പിന്നീട് ഡാൻസുമായി മുൻപോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല. മഞ്ജുവും ഭർത്താവ് സുനിച്ചനും എന്തായാലും റിമി ടോമി പറഞ്ഞതുപോലെ തന്നെ സെമി റൗണ്ട് വരെ എത്തുകയും വിജയികളാവുകയും ചെയ്തിരുന്നു. ഡാൻസിനോട് വളരെയധികം താല്പര്യമുണ്ടായിരുന്നെങ്കിലും സാഹചര്യം കാരണം ആ ഒരു മേഖലയിൽ നിന്നും മഞ്ജു പിന്മാറുകയായിരുന്നു. സുനിച്ചൻ തൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും കൂടെ നിൽക്കുന്ന, തന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു ഭർത്താവാണെന്ന് പലപ്പോഴും മഞ്ജു പറഞ്ഞിട്ടുണ്ട്. അന്ന് ജീവിത സാഹചര്യങ്ങൾ മോശമായി വന്നതുകൊണ്ടാണ് നൃത്തം നിർത്തേണ്ടി വന്നത്. ഇനിയൊരു അവസരം കിട്ടിയാൽ വീണ്ടും അത് തുടങ്ങണമെന്നും മഞ്ജു പറഞ്ഞിരുന്നു. സിനിമയിലെത്തുമ്പോൾ തനിക്ക് 88 കിലോ ഭാരമുണ്ടായിരുന്നു എന്നാണ് മഞ്ജു അന്ന് വെളിപ്പെടുത്തിയത്. എന്നാൽ പിന്നീട് അത് 11 കിലോയോളം ഭാരം കുറഞ്ഞു. ഇപ്പോൾ ഭാരം കുറഞ്ഞപ്പോൾ സിനിമയിൽ അവസരം കുറഞ്ഞു എന്നാണ് തോന്നുന്നതെന്നും തമാശ രൂപേണ മഞ്ജു പറയുന്നുണ്ട്. വിമർശകർ ഏറെ ഉണ്ടെങ്കിലും മഞ്ജുവിനും നിരവധി ആരാധകരാണുള്ളത്. കഷ്ടപ്പാടുകളിൽ നിന്നും പൊരുതി ജീവിതത്തിൽ വിജയിയാകാൻ നോക്കുന്ന ഒരു വ്യക്തിയാണ് മഞ്ജു. ഇതിന് പ്രചോദനമായി എപ്പോഴും ആരാധകർ മഞ്ജുവിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും.